ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ. ടുഡേ സ്പെഷ്യൽ തട്ടിക്കൂട്ട് സാമ്പാർ. തട്ടിക്കൂട്ട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്ക് കള്ളപ്പണിയൊക്കെ എടുക്കുന്നവർക്ക് എളുപ്പമാട്ടോ. പെട്ടെന്ന് സംഭവം സെറ്റാണ്. വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത്. ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ, ക്യാരറ്റ്, മുരിങ്ങക്കായ, പിന്നെ കുറച്ച് സാമ്പാർക്കായ എടുത്ത് ചൂടാക്കി അതും വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് പരിപ്പൊക്കെ കഴുകി നമ്മൾ വെജിറ്റബിൾസിലേക്ക് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് സെറ്റാക്കി നമ്മളങ്ങനെ ഗ്യാസിലേക്ക് വെച്ച് ഒരു 4 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനിടയിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് തേങ്ങ അരപ്പൊഴിക്കുമ്പോൾ കുറച്ച് തേങ്ങ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ തേങ്ങക്കറി ആയിരിക്കും. അപ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് നഷ്ടമാവും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വേഗം ഒരു ചീഞ്ചട്ടിയൊക്കെ എടുത്ത് മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ചൂടാക്കണം എന്നുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചൂടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ തിളച്ച് ഏകദേശം 4 വിസിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ അതിലേക്ക് 2 തക്കാളിയും 2 പച്ചമുളകും കുറച്ച് വാളംപുളിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചൂടാക്കിയ മസാലക്കൂട്ടുകളെല്ലാം കറിയിലേക്ക് അങ്ങ് വാരി വിതറി അങ്ങനെ നന്നായിട്ട് തിളക്കട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ച് വെയിറ്റ് ചെയ്ത്, പിന്നെ അതിന് ശേഷം നമ്മുടെ മെയിൻ സംഭവമായ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. ഒരൊറ്റ തിളയ്ക്കാൻ പാടുണ്ട് അരപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അത് കഴിഞ്ഞൊന്ന് വറവിടാൻ വേണ്ടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ചേരുവകൾ കടുക്, ഉലുവ, വറ്റൽമുളക്, കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, അപ്പം തന്നെ ഏകദേശം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ചോറിനാൻ ഏകദേശമൊക്കെ എല്ലാവർക്കും വിശന്ന് ഈ സ്മെല്ലും കൂടി അടിച്ചപ്പോൾ പെട്ടെന്ന് ചോറിനാൻ വേണ്ടിയിട്ടായിരുന്നു. ചോറിന് ഭയങ്കര വിശപ്പ്. പിന്നെ ഞാനൊന്ന് ചെറിയൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചീരയില. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണക്കസ്രാവും കൂടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറും ചീരയും ഉണക്കസ്രാവും അടിപൊളിയായി. സന്തോഷം, സമാധാനം. ഓക്കെ ഡിയേഴ്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.